അകത്തളങ്ങളിൽ നിന്ന് അരങ്ങിലെ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്ന വനിതാ രത്നങ്ങൾ. അവരുടെ മികവുറ്റ പ്രകടനങ്ങൾ, ജീവിത അനുഭവങ്ങൾ, രസകരമായ മുഹൂർത്തങ്ങൾ ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു വേദിയാണ് ഇത്. അവസരങ്ങളിലേക്കുള്ള ചുവന്ന പരവതാനി. So let's begin the show. This is Chunga Jewelry Red Carpet. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമുക്ക് നല്ലൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി കുറച്ച് വിശേഷങ്ങളും കൂടി ബാക്കിയുണ്ട്. അപ്പൊ ആ മിടുക്കി, സുന്ദരി, ക്യൂട്ട് പ്രയാഗ മാർട്ടിനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം പ്രയാഗ. താങ്ക് യു ചേച്ചി. സോ ഹാപ്പി ആണോ? വളരെ ഹാപ്പിയാണ്. സോ ഗ്രേറ്റ്ഫുൾ ടു അമൃത ടിവി. അപ്പൊ മൊത്തത്തിൽ മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി അല്ലേ? വളരെ. അതെ. പ്രയാഗയ്ക്ക് പെട്ടെന്ന്, അതായത് എന്തെങ്കിലും പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം, അങ്ങനെയൊക്കെ സ്വഭാവങ്ങൾ ഉള്ള ഒരാളാണോ? പ്രയാഗയില് തന്നെ പ്രയാഗയ്ക്ക് എന്തെങ്കിലും ഒരു സ്വഭാവം, എനിക്കിത് മാറ്റണം, നമ്മൾ എപ്പോഴും ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ എനിക്കിത് മാറ്റണം അങ്ങനെയൊക്കെ റെസല്യൂഷൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും റെസല്യൂഷന്റെ ആ പരിപാടിയെ എനിക്കില്ല. എനിക്ക് പരിപാടി വെച്ചാലും വിജയിക്കില്ല എന്നാണോ? പരിപാടി ഇപ്പൊ വെക്കണമെങ്കിൽ ന്യൂ ഇയർ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാ ഞാൻ അർത്ഥമാക്കിയത്. എനിക്ക് കറക്റ്റ് ചെയ്യണം തോന്നിയ സംഭവം എന്ന് വെച്ചാൽ മടി മാറ്റുക. അതായത് എന്തിനും ഏതിനും നമുക്കൊരു പിന്നെ ചെയ്യാന്നുള്ളൊരു സംഭവം അത് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പഠിത്തത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്കിലോട്ട് കടന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഹാങ്ങിൽ അങ്ങ് പോവും. അപ്പൊ അത് മാറ്റിയെടുക്കണം, അല്ലെ മാറ്റിയെടുത്ത് എടുത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ നമുക്ക് കുറെ ഇപ്പൊ ഒരു ബ്രേക്ക് കിട്ടിയല്ലോ ഈ ലോക്ക്ഡൌൺ ടൈമിൽ. ആ സമയത്ത് എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചോ? കുക്കിംഗ് എന്ന് പറഞ്ഞ പരീക്ഷണം വല്ലതും നടത്തിയോ? കുക്കിംഗ് ഇസ് എൻ ആർട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പുണ്യം ഉണ്ടെങ്കിൽ അത് ബോണസ് ആണ്. പക്ഷെ ഞാൻ കുക്കിങ്ങിലോട്ട് പോയില്ല. എനിക്കെന്തോ ഇപ്പൊ കുക്കിംഗ് എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറെ പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള വായിക്കാനായിട്ട് ഞാൻ മേടിച്ചു വെച്ച കുറെ പുസ്തകങ്ങളുണ്ട് വായിക്കാത്തതായിട്ടുള്ള. അപ്പൊ അത് കുറെ ഉണ്ടായിരുന്നു വീട്ടില്. അങ്ങനെ അതൊക്കെ കുറച്ച് വായിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര സിനിമ കണ്ടാലും മതിയാവില്ല, നമ്മൾ പഠിച്ചു തീരില്ല. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസ് ആണ്. അപ്പം ഒരുപാട് പഠിക്കാൻ പറ്റും സിനിമ കാണുന്നതിലൂടെ. അങ്ങനെ ഞാൻ കാണേണ്ടതായിട്ടുള്ള ക്ലാസിക്സ് ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ക്ലാസിക്സ് ഒക്കെ കണ്ടു. അങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. ഞാൻ ഒരു ഡൗട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് പ്രയാഗയുടെ മുഴുവൻ പേര് പ്രയാഗ റോസ് മാർട്ടിൻ എന്നാണ്. ആ റോസ് അങ്ങനെ ഉണ്ടോ? ഇതൊരു എന്താ പറയുക, എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രയാഗ മാർട്ടിൻ എന്ന് പറയുന്ന പേര് എനിക്കൊന്നു ഞാൻ വന്നപ്പോൾ തന്നെ സ്റ്റാമ്പ്ഡായി. എൻ്റെ ശരിക്കുള്ള പേര് പ്രയാഗ റോസ് മാർട്ടിൻ എന്നാണ്. ഓ അത് ശരി. റോസ് ഇസ് മൈ മനോഹരമുള്ള റോസ് ആരാണ് എടുത്തു കളഞ്ഞത്? അത് എടുത്തു കളഞ്ഞെന്ന് വെച്ചാൽ എടുത്തു കളഞ്ഞൊന്നും അല്ല കേട്ടോ. പക്ഷെ പറയാൻ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ വിട്ടുപോയതല്ല? വലിയ പേരല്ലേ പ്രയാഗ റോസ് മാർട്ടിൻ, അതുകൊണ്ടായിരിക്കാം. ഒരു പറയുമ്പോഴൊക്കെ ഒരു രസമുണ്ടല്ലോ പ്രയാഗ റോസ് മാർട്ടിൻ. ഈ ഷോയിലൂടെ എങ്കിലും ഇനി ആൾക്കാരത് കേട്ടിട്ട് തുടക്കം ഇട്ടു. അതെന്നും ഉണ്ടാവും. പ്രയാഗ റോസ് മാർട്ടിൻ. ആ റോസ് പോലെ സൗന്ദര്യമുള്ള ഈ കുട്ടിയുടെ അടുത്ത് നമുക്ക് കുറച്ചൊരു ഗെയിം സെക്ഷൻ ആയാലോ? പിന്നെ വൈ നോട്ട്. ഒരു കുഞ്ഞൊരു ഗെയിം. അതായത് നമ്മള് സിനിമ സംബന്ധിച്ച ഒരു ഗെയിമാണ്. ഇവിടെ വിഷ്വലില് കുറച്ച് കാര്യങ്ങൾ, ഒരു ക്ലൂസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് വിഷ്വൽസ് നമ്മൾ തരും. അതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഒരു സിനിമ പേര് കിട്ടും. മലയാളത്തിൽ ഒരു സിനിമ പേര്. പരമാവധി ശ്രമിക്കാം ഇതിലെ ജഡ്ജ് ചെയ്ത് തന്നെ. ജഡ്ജിങ് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ പറയുന്നത് ആർക്കും എന്ത് വേണമെങ്കിലും ഇവിടെ പെർഫോം ചെയ്യാം. അതിപ്പോ ഇങ്ങനെ ഗെയിം ആണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇവിടെ ആരും നമ്മൾ ജഡ്ജ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഓപ്പൺ ഫ്ലോറാണിത്. അപ്പം പ്രയാഗയ്ക്ക് പറ്റുന്ന സിനിമകൾ തന്നെയാണ്. അതാണ് എനിക്കും കണ്ടപ്പോ മനസ്സിലായത്. നമുക്കൊന്ന് തുടങ്ങിയാലോ? ഫസ്റ്റത്തെ ഏതാണ് പ്രയാഗയ്ക്ക് കിട്ടുന്ന ക്ലൂ എന്ന് നോക്കാം. ഇടുക്കി ഡാം അല്ല, മൂന്നും നോക്കണം. 1 2 3. മൂന്നും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും. മലയാളമാണോ? മലയാളം. എല്ലാം മലയാളം ഫിലിംസ് ആണ്. ഓക്കെ. ഇത് എക്സാക്ട് ഈ പിക്ചേഴ്സിന്റെ വേർഡ് തന്നെ അവിടെ നിന്നില്ല. ഇതിന്റെ മേറെ മീനിങ് വരുന്നതാവാം, അതിന്റെ ഒരു ലെറ്റർ ആവാം. അതൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടായിരിക്കും. ഇതൊരു ഹിറ്റ് മൂവിയാണ്, ലാലേട്ടന്റെ മൂവിയാണ്. രാവണ പ്രഭു. യെസ്. എങ്ങനെയാണ് കണക്ട് ചെയ്തത്? ഞാൻ ഈ ക്ലൂ തന്നതല്ലാതെ കണക്ട് ചെയ്തതല്ലേ? പ്രഭു ആയിരിക്കും തീർച്ചയായിട്ടും അവസാനത്തെ വാക്ക്. രാത്രി വേറൊരു ഇതാണ് രാവ്. രാവ് എന്നാണ് ഉദ്ദേശിച്ചത്. രാവ് അണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിലെ എനിക്ക് ഞാനൊന്ന് ഗസ് ചെയ്ത വൈൽഡ് ഗസ്, ഒരു ഗസ് അങ്ങ് ശരിയായി. രാവണ പ്രഭു, നമ്മുടെ ലാലേട്ടന്റെ രാവണ പ്രഭു ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ക്ലൂ ഏതാന്ന് നോക്കാം.
മലയാള സിനിമയാണ്, എല്ലാം മലയാള സിനിമയാണ്. പ്രയാഗയ്ക്കും ഈ സിനിമയ്ക്കും ഒരുപാട് ആത്മബന്ധമുണ്ട്. രാമലീല. ഈ അതായത് പ്രയാഗയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തപ്പോ രാമലീല കിട്ടി. അതെ, അപ്പൊ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാനല്ലേ. അപ്പൊ അതന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. റെഡി, ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. അയ്യോ, ഒരെണ്ണം കൂടി ഉള്ളോ? അയ്യോ, അത്രേ ഉള്ളൂ. അതാണ് അത് ശരിക്കും പ്രയാഗ പറയണം. അയ്യോ, അങ്ങനെ പറയണം. അത് പ്രയാഗയെ പറഞ്ഞേ പറ്റൂ. അങ്ങനത്തെ ഒരു സിനിമയാണിത്. എന്റെ ദൈവം. 1 2 3 4 5 ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്ത ഭൂമിയിലെ മനോഹര സ്വകാര്യം. കണ്ടിട്ടുണ്ടോ ആ സിനിമ? കണ്ടിട്ടില്ല. ആ സിനിമ ഇപ്പം കമേഴ്ഷ്യൽ ഒരു ആസ്പെക്ടിൽ ഉണ്ടാക്കാത്ത സിനിമ ആയതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സിൽ അധികം അതിന് റൺ ഉണ്ടായില്ല. പിന്നെ കോവിഡ് വരെയൊക്കെ ചെയ്തു. അപ്പൊ ആ പ്രതിസന്ധി അതിൽ എഫക്ട് ചെയ്തു. പക്ഷെ ഞാൻ പറയും, എന്റെ കരിയറിൽ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും എനിക്ക് ഒരുപാട് സന്തോഷം തരികയും ആസ് ആൻ ആക്ടർ പെർഫോം ചെയ്യാൻ എനിക്കൊരു സ്പേസ് കിട്ടുകയും ചെയ്ത സിനിമയാണ്. നല്ലൊരു വ്യത്യസ്ത കഥാപാത്രം തന്നെയാണ്. റൊമാൻറ്റിക് ഹീറോയിൻ ആണെങ്കിലും അതിൽ ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് എന്താ പറയാ, പറയുന്ന പോലെ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയൊരു കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് ഇനി ഫ്യൂച്ചറിലായാലും ഈ സിനിമ പോലെയൊക്കെ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലേക്ക് ഞാൻ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ചുങ്ക ജ്വല്ലറി റെഡ് കാർപ്പറ്റിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. സോ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിലേക്ക് പോയാലോ? നമ്മുടെ ഒരു പെർഫോമർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇനി വരാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആ ജസ്റ്റ് ഒരു വീഡിയോ പ്രൊഫൈലിൽ നോക്കാം. എൻ്റെ പേര് നന്ദന കെ മേനോൻ. ഞാൻ കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്, 12th പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വന്നത്. പിന്നെ അച്ഛൻ എയർഫോഴ്സിലാണ്, ചേട്ടൻ ഫെഡറൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ മ്യൂസിക് 3.5 വയസ്സ് പഠിക്കുന്നുണ്ട്. അച്ഛന് ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം 5 വർഷമായിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉദയൻ സാറിൻ്റെ അടുത്താണ്, KM ഉദയൻ സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ പേര് അമ്പിളി. അമ്മയാണ് എനിക്ക് പാട്ടിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. 3-3.5 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. പാട്ടിനോടൊപ്പം തന്നെ അവൾ ഡാൻസും പഠിച്ചിരുന്നു. ഇപ്പം പാട്ടിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവളുടെ അച്ഛനാണ് അവളുടെ 2 പാട്ടുകൾ അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അവർ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സുധാമയി സുധാനിധി മകരേന്ദു കോദണ്ഡ സുധാ. അച്ഛനും കൂടിയാണ് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പാടുന്നത്. ഫുൾ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ കാണാറുണ്ട്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ഈ ഷോയിൽ വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. തന്നെ അവർക്ക് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു വിചാരിക്കും. എന്നിലേക്കെന്നും വരുന്നു എൻ മൺകുടിൽ തേടി വരുന്നു, നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. ഞാൻ യൂട്യൂബിൽ പാട്ടിടാറുണ്ട്. അപ്പോൾ അങ്ങനെ റെഡ് കാർപ്പറ്റിലേക്ക് അയച്ചു പ്രൊഡ്യൂസറിന്. അപ്പോൾ അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത് വിളിച്ചതാണ്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നന്ദിയും പറയണം അമൃത TVനോട്. സോ ഇന്നും നമുക്ക് സംഗീതാത്മകമായ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം നമ്മളുടെ വരാൻ പോകുന്ന പെർഫോമർ ഒരു പാട്ടുകാരിയാണെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ വിശേഷങ്ങളിലേക്കും എങ്ങനെയാണ് അവര് ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ എത്തിയെന്നൊക്കെ നമുക്ക് ചോദിക്കാം. സോ ലെറ്റ്സ് വെൽക്കം നന്ദന കെ മേനോൻ. നന്ദനയുടെ ഈ കുർത്ത പോലത്തെ എനിക്കും ഉണ്ട് കേട്ടോ. ബ്ലൂ കളർ, ബ്ലൂ ആൻഡ് ഇതേ ബോർഡർ, സെയിം പെഞ്ച്.
നന്ദന, ഈ ആദ്യമായിട്ടാണല്ലോ ഒരു TV ഷോയില് ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ വരുന്നത്. സോ പെട്ടെന്ന് ഇവിടുന്ന് ഒരു വിളി വന്നപ്പോൾ എന്തായിരുന്നു ആ ദിവസത്തെ നിങ്ങളുടെ ഒരു മൊത്തത്തിൽ വീട്ടിലത്തെ ആഘോഷം എങ്ങനെയായിരുന്നു? സർപ്രൈസ് ആയിരുന്നു. പിന്നെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? ചാനൽ തുടങ്ങാനുള്ള ഐഡിയ അച്ഛൻ്റെ ആയിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും മോള് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടിട്ട് അങ്ങനെ ലാസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് എത്തിയതാണോ? അല്ല, യൂട്യൂബ് ചാനൽ അങ്ങനെ എത്തിയതല്ല, തുടങ്ങിയതായിരുന്നു. പിന്നെ അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി. എത്ര പാട്ടുകൾ ഇപ്പൊ ഓൾറെഡി അതിൽ പാടിയിട്ടുണ്ടാവും? അങ്ങനെ എനിക്കറിയില്ല, ഒരു ഓൾമോസ്റ്റ് 20-23 അങ്ങനെ. അത്രയും പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? പ്രയാഗ പാട്ടുകാരിയാണ് ആകണം എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെ ആകണമെന്ന് വിചാരിച്ചില്ല, ഇതെന്റെ ഒരു പാഷനായിട്ട് ഞാൻ പാടുന്നതാണ്. ഇനി എന്താ മുന്നോട്ടുള്ള പ്ലാൻ? എന്താ മുന്നോട്ട് ഇപ്പോൾ 12th-ലാണ്, അപ്പോൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വല്ല കോളേജ് മെഡിക്കലിന് അങ്ങനെ പാട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ ചോദിച്ചത്. പാട്ട് ഇങ്ങനെ നിർത്താണ്ട് ഇനി നിർത്താം. എനിക്ക് പാട്ടുകാരിയാവാൻ ആഗ്രഹമില്ല, പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. പാട്ടുകാരി എന്ന് വെച്ചാൽ ആകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കണം എന്നാണ് മെയിൻ ഇത്. ഓ അത് ശരി, അതാണ്. അതിന്റെ കൂടെ പഠിത്തത്തിന്റെയും ജോലിയുടെ ഒക്കെ കൂടെ പാട്ട് ഇങ്ങനെ സൈഡിലെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കാനാണ് ആഗ്രഹം. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാനാവട്ടെ. അടുത്ത പാട്ട്, അടുത്തത് ശ്രീരാഗമോ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ് ഓഫ് ഓൾ സോങ്സ് ഇൻ മലയാളം. ശ്രീരാഗമോ ഒരു ദിവസം ഒരു പ്രാവശ്യം എങ്കിലും കേട്ടിരിക്കും. അതെ. അപ്പൊ ഇത് ഈ എപ്പിസോഡ് മുഴുവനായിട്ട് അങ്ങ് പ്രയാഗയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് പ്രയാഗയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടി. ഞാൻ എന്താ തിരിച്ചു ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് പറയണം കേട്ടോ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ഒരു ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയാൽ മതി. അപ്പൊ ശ്രീരാഗമോ എന്ന മനോഹരമായിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. റെഡി? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതുമ്പിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിന്നാകമോ വാനമായി നിന്നാകമോ ഭോപാളമായി ഇന്നുള്ളിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതുമ്പിൽ. Mabadani gare reza dani nida nabagare reza dani nida nabagare reza dani nida nabagare dani nabagare gamapade gamapade gamapadani gare zani da reza nida bazani nabada re gamapade gamapani reza gamapada.
പ്രയാഗ എന്താ പറയാനുള്ളത്? പ്രയാഗയുടെ ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ കുറച്ച് നേരത്തേക്ക് ഇവിടേക്കാണെന്നുള്ളത് മറന്നുപോയി. സോ 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 ബ്യൂട്ടിഫുൾ നന്ദന, താങ്ക് യു സോ മച്ച്. ഇപ്പോഴും നമുക്ക് കേട്ടാലും എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ്. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ പാടുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാൻ പറ്റുന്നതിന് വലിയൊരു കാര്യമാണ്. പിന്നെ നന്ദനയുടെ തൊണ്ടയിൽ അതെല്ലാം വഴങ്ങുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതെ അതെ തീർച്ചയായും. അസലായിട്ട് പാടി. താങ്ക് യു. നമുക്ക് ഇവരടുത്ത് ചോദിക്കാം. അമ്മ നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. നന്ദന അതാ ഫസ്റ്റ് ഒരു TV പ്രോഗ്രാമിൽ വന്ന് നിൽക്കാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? വളരെ നന്ദിയുണ്ട്. മിടുക്കിയായിട്ട് വീട്ടിലേക്ക് എങ്ങനെയാണ്? മിടുക്കത്തിയാണോ? അതെ അതെ, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ? ചെയ്യുന്നുണ്ട്. കുറുമ്പൊക്കെ ഉണ്ടോ? അത്യാവശ്യം. ഇത്രയും മാവാണോ? ഇത്രയും മാവായിരിക്കും ചാൻസ് ഇല്ലല്ലോ അല്ലേ? നന്ദനയ്ക്ക് ശരിക്കൊരു പഠിപ്പിസ്റ്റ് ലുക്കാണ്. ആ അതെ 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 അതെ. ഭയങ്കരമായിട്ട് ക്ലാസ്സിലെ ഫസ്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു. എല്ലാം നന്നായി പഠിക്കും. 99% 10th. കണ്ടോ? അടിപൊളി. അത് എനിക്ക് മനസ്സിലായി. അതെ. പക്ഷെ വീട്ടിൽ അത്യാവശ്യം കുറുമ്പൊക്കെ ഉണ്ട് താനും. അതെ. ഇതാരാ വന്നിരിക്കുന്ന കൂടെ? ബ്രദർ. അനിയത്തി കുട്ടിയുടെ പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ ആരാണ്? അമ്മയാണോ അച്ഛനാണോ ബ്രദറാണോ? ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവളുടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരാ? ക്രിട്ടിസൈസ് അച്ഛൻ നല്ലൊരു ക്രിട്ടിക്കാണ്. ഓക്കെ. എല്ലാ ഒബ്സർവേഷൻ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റ് പോയിന്റ്സ് വെക്ക് പറഞ്ഞു കൊടുക്കുന്നതും വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒബ്സർവ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന അച്ഛനാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയതിലും നമ്മുടെ ഇവിടെ വരാത്ത നന്ദനയുടെ അച്ഛനോടൊക്കെ അന്വേഷണം പറയാം. താങ്ക് യു സോ മച്ച്. നന്ദന പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു തുടക്കക്കാരിയാണ് അങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്ക് പറയാൻ തോന്നുന്നത്. നന്ദന നല്ലൊരു ഗായികയാണ് എന്ന് തന്നെ പറയാനാണ് ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നന്ദനെ പോലെ ഒരു ഗായികയെ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഫ്ലോറിൽ കിട്ടിയതും പ്രേക്ഷകർക്ക് മുന്നിൽ ഗായികയെ അവതരിപ്പിക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് തന്നെ പറ്റി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു സമ്മാനമുണ്ട്, അതങ്ങ് വാങ്ങിക്കാം അല്ലേ? പ്രയാഗ പ്ലീസ്. പ്രയാഗയ്ക്ക് എന്താ പറയാൻ തോന്നിയത്? എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നന്ദനയോട്. പഠിത്തം ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക്സ് അല്ലെങ്കിൽ ജോലി, ലൈഫ് കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ പാട്ട് അതൊരു ടാലൻറ്റ് കിട്ടുക എന്ന് പറയുന്നതും പാട്ട് പാടാനൊക്കെ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ടാലൻറ്റ് ഉള്ള സ്ഥിതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം, അതിനൊരു തടസ്സവും വരുത്താതെ. എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഫാമിലി ഇത്രയും കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അത് കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകും. കൊണ്ടുപോകും.